വയനാടിന് പിന്നാലെ മലപ്പുറത്തും കോൺഗ്രസ് നിയമന കോഴ വിവാദത്തിൽ. കോൺഗ്രസ് ഭരിക്കുന്ന മലപ്പുറം തലക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നിയമനത്തിന് കോഴ വാങ്ങിയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപണം. കോഴപ്പണം പാർട്ടിക്ക് നൽകാതെ നേതാക്കൾ പങ്കിട്ടെന്നും യൂത്ത് കോൺഗ്രസ്. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തലക്കാട് മണ്ഡലം കമ്മിറ്റി ഓഫീസ് വെൽഡ് ചെയ്തു പൂട്ടി. ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, എന്താണ് ആരോപണം? ഈ സർവീസ് സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട നേതാക്കൾ, അതായത് ഈ ബാങ്കിന്റെ ഡയറക്ടർമാരായ കോൺഗ്രസ് നേതാക്കൾ പണം കൈപ്പറ്റി കോഴ വാങ്ങി എന്നതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആക്ഷേപം. പക്ഷെ അതിനകത്ത് ഒരു വിചിത്രമായ വാദവും പ്രതിഷേധവും എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ശ്രദ്ധേയമാണ്. അതായത് ഈ കോഴപ്പണം പാർട്ടിക്ക് നൽകിയില്ല, അത് അവർ നേതാക്കന്മാർ പങ്കിട്ടു എന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഗ്രില്ല് മുൻവശത്തുള്ള ഇരുമ്പ് വാതിലാണ് അത് വെൽഡ് ചെയ്ത് പൂട്ടിയത്. ഒപ്പം തന്നെ ഇരുമ്പ് പൂട്ടിലും വെൽഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓഫീസിനകത്ത് കയറണമെങ്കിൽ കൃത്യമായി ഇതിനൊരു തീരുമാനം വരണമെന്നുള്ള നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് ഉള്ളത്. വിചിത്രവാദമാണെങ്കിലും ഒരു വ്യത്യസ്തമായ സമരമുറവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഓഫീസ് പൂട്ടിയ നേതാക്കന്മാർക്കെതിരെ നടപടി എടുക്കുന്നതിന് വേണ്ടി DCC പ്രസിഡന്റിനോട് ആവശ്യപ്പെടുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഹനീഫയും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഏറെ വിവാദമാവാൻ സാധ്യതയുള്ളത് തന്നെയാണ് ഇപ്പോൾ മലപ്പുറത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്ന ഈ നിയമനക്കോഴ വിവാദം. ശരി, ശാന്തകുമാർ വെള്ളാലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.